ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണും ആദർശും കൂടി CCTV ചെക്ക് ചെയ്യുന്ന ആളുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ പരമാവധി നോക്കാം, എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുകയും ചെയ്യാം. പക്ഷേ അതിന് ചില സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പല പോലീസുകാരും എൻ്റെ കയ്യിൽ കുറേ അന്വേഷണത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. ചിലവർക്കൊന്നും തന്നെ തീരെ കണ്ണിനേരെ കണ്ടുകൂടാ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാനായിട്ട് പറ്റുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശാണെങ്കിൽ ഇതിന് പിന്നിൽ ആരാ കളിച്ചതെന്ന് എനിക്ക് കണ്ടെത്തണം. ഇതല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. പോലീസുകാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പോലീസുകാർ ഇതിന്റെ പിന്നിൽ പോകൂല്ല. പിന്നെ ഈ ജ്വല്ലറി ഇത്ര പെട്ടെന്ന് പുരോഗമിച്ചത് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ. അപ്പൊ ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ CCTV ക്യാമറക്കാരനോട് എല്ലാ കാര്യങ്ങളും പറയാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ കിരണ് പോകാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ കിരണാണെങ്കിൽ ആദർശിന് ധൈര്യം കൊടുക്കുകയാണ്. ആദർശേ, ഞാൻ പറഞ്ഞല്ലോ, നീ പേടിക്കണ്ട, ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്താന്നേ. നിന്റെ മുത്തശ്ശനും അല്ലെങ്കിൽ മുത്തശ്ശന് നേരെ തിരിച്ചടിച്ചത് ആരാണ്, നമ്മുടെ കമ്പനിയെ തകർക്കാൻ നോക്കിയത് ആരാണെന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് എളുപ്പം കഴിയും. ഇവൻ ഗംഗാപ്രസാദിനെ കണ്ടുപിടിക്കാൻ ഇവന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇതിലും ഇവന് സഹായിക്കാനായിട്ട് പറ്റുമെന്നൊക്കെ കിരൺ പറയണം. അപ്പൊ കിരണിന്റെ ആ ഒരു ആത്മവിശ്വാസം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശിനും ആത്മവിശ്വാസം തോന്നുക. അപ്പോൾ ഏതായാലും കല്യാണി ജ്വല്ലറിയുടെ എല്ലാ ഇന്റീരിയൽസ് വർക്കും ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ അവൾക്കും നമ്മളെ സഹായിക്കാനായിട്ട് കഴിയും. എല്ലാവരുടെ നീക്കുപോക്കങ്ങളെല്ലാം അവൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ കിരൺ പറയാണ്. എടാ, എൻ്റെ കുടുംബം തകർത്തത് ആരാണ് അവരെനിക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. പക്ഷേ ആ ഡേവിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഡേവിഡിന് പിന്നില് ആരോ കളിക്കുന്നുണ്ട്. അവനാണ് യഥാർത്ഥ ശത്രു. അല്ലെങ്കിൽ പിന്നെ ഈ നവ്യയെ പോലൊരാളെ അവിടെ മോഡലാക്കി വെച്ച് ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാമെങ്കിൽ ഇയാള് നിസ്സാരക്കാരനല്ല എന്ന് പറയാ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, അയാൾ ഇവിടെ വന്നിട്ട് അധികം ആയില്ല. ഇവിടെ വന്ന് ജ്വല്ലറി ഇട്ട് പെട്ടെന്ന് തന്നെ പുരോഗമിക്കുകയും ചെയ്തു. അത് മൂർത്തീസ് ജ്വല്ലറിയെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടാണ് ജ്വല്ലറി പെട്ടെന്ന് തന്നെ കയറിപ്പോയത്. അത്രയ്ക്കും വലിയ മാറ്റമൊന്നും ആ ജ്വല്ലറിക്ക് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എത്ര വലിയ പുരോഗതി ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്വർണം വെക്കുന്നത് അത് മൂർത്തീസ് ജ്വല്ലറി തന്നെയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും കള്ളത്തരമുണ്ടെന്നല്ലേ കിരണെ ഞങ്ങൾ കരുതേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നീ അറിഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വേണം കരുതാനായിട്ട്. അപ്പോൾ ഇതിന് പിന്നിൽ കളിച്ചത് ഡേവിഡൊന്നുമല്ല. ഡേവിഡിന് പിന്നിൽ വേറെ ആരോ ഉണ്ട്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ ഒരു സോഴ്സ് എവിടെ നിന്നെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് മുൻകൈയെടുത്ത് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ ഇങ്ങനെ പറയാ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കല്യാണിയോടും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയണമെന്നു. അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമല്ലോടാ, നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പിരിയാണ്. അപ്പോൾ ആദർശനാണെങ്കിൽ വല്ലാത്ത ടെൻഷനും തോന്നുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ജ്വല്ലറിയിലെ യഥാർത്ഥ ഓണറെയാണ്. അപ്പോൾ യഥാർത്ഥ ഓണറും മകളും കൂടി ഇരുന്ന് ഭയങ്കര പൊട്ടിച്ചിരിയാണ്. കാരണം ആദർശ് പരക്കം മാഞ്ഞ് നടക്കുകയാണെന്നൊക്കെ മനസ്സിലായി. ഓരോ ദിവസം കഴിയും തോറും അനന്തമൂർത്തി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബം താറുമാറായി പോവുകയാണെന്ന് ഇയാൾക്ക് മനസ്സിലാവുകയാണ്. ഇയാൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും അവന്തികയാണെങ്കിൽ, അച്ഛാ ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, അവരെ അടിച്ച് താഴ്ത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇനി അവിടുത്തെ മൂർത്തി തല ഉയർത്തി നിൽക്കരുത്. അതിനല്ലേ മോളെ ഞാൻ വന്നിരിക്കുന്നത്. എടോടെ എവിടെ തനിക്കൊരു കാര്യം അറിയോ? എൻ്റെ മോള് എൻ്റെ കൂടെ എപ്പോൾ ചേർന്നോ അപ്പം മുതൽ എനിക്ക് രാജയോഗമാണ്, രാജയോഗം. അതല്ലെങ്കിലും അങ്ങനെയാണ് സാറേ. ഞാൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. സാറിൻ്റെ മോള് സാറിനോടൊപ്പം കൂടിയപ്പോൾ സാറിന് വെച്ചടി കേറ്റാണ് സാറേ. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം തന്നെയാണെന്നൊക്കെ പറയണം. അതെ, അപ്പോൾ ഇത് കേട്ടത് അവന്തികയാണെങ്കിൽ, അച്ഛാ അതെല്ലാം വിടച്ചാ, ഇനി ഒരിക്കലും മൂർത്തീസ് കമ്പനി ഉയരങ്ങളിലേക്ക് പോകരുത് അച്ഛാ. വേണ്ട, തിരിച്ചടി അടിക്കടി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയാണല്ലോ മോളെ അച്ഛൻ ഈ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം, അല്ലാതെ വേറൊന്നും അല്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കുക? അതൊന്നും ഇപ്പൊ പിടികിട്ടുന്നില്ല. ഞാൻ ഏതായാലും മുത്തശ്ശന്റെ കമ്പനിയായിട്ട് തന്നെയാണ് കൂടെ നിൽക്കുന്നത്. ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല അച്ഛാ. അങ്ങനെ തോന്നാനായിട്ട് പാടില്ലല്ലോ മോളെ. നീ അവിടെ പിടിച്ചു നിൽക്കണം അവസാന ഘട്ടം വരെ. അതിനുശേഷം ഒരിക്കലുള്ളു ആനന്ദമൂർത്തിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളെന്നൊക്കെ
ഈ ഈ അവന്തികയുടെ അച്ഛനിങ്ങനെ പറയുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പം അനിയാണെങ്കിൽ കമ്പനിയിലിരുന്ന് ആകെ ടെൻഷനാ. ഇതിപ്പോൾ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല, മനസമാധാനത്തോടെ ജോലി ചെയ്യാനും പറ്റുന്നില്ല, മനസ്സിൽ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ് അനിയുടെ മനസ്സിൽ. അപ്പോഴാണ് അനിയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വരുന്നത്. ആ വീഡിയോ കോൾ എടുത്തപ്പോഴത്തേക്ക് വലിയൊരു മൂടൊന്നുമില്ല. നീയാണ് വിളിച്ചത്, എന്താടി നിനക്കും ഞാൻ MD കസേരയിലിരിക്കണ കാണണമെന്ന് ആഗ്രഹം തോന്നിയോ, അതുകൊണ്ടാണ് വിളിച്ചത്, വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ നന്ദു ആയിരുന്നു. അപ്പം നന്ദു പറയാണ്, എടാ നീ എന്നെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, എന്താടേ ഇത്, എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ലായിരുന്നു നീ, അല്ലെങ്കിൽ എന്താ നിന്നെ ഞാൻ വീഡിയോ കോൾ വിളിക്കാറില്ലേ, ഞാൻ വീഡിയോ കോൾ വിളിക്കുന്നതാണല്ലോ നിനക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ വീഡിയോ കോൾ വിളിച്ചു. അല്ല നീ ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് നിന്നെ കുറച്ച് സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ നിന്നെ വീഡിയോ കോൾ വിളിച്ചത് എന്നൊക്കെ പറയാം. എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടി എനിക്കെന്ത് സന്തോഷം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ MD കസേരയിലിരിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഞാൻ നിന്നോട് അങ്ങനെ സംസാരിച്ചത്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരാളെന്നെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് എൻ്റെ അമ്മയാ. അമ്മയ്ക്ക് ഞാൻ ഈ MD കസേരയിൽ ഇരുന്ന് കാണണമെന്ന് ആഗ്രഹമെന്ന്, അതുകൊണ്ട് അമ്മ വിളിച്ചതെന്ന്. ഓ അപ്പം നിന്റെ അമ്മ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് മാറാൻ തുടങ്ങിയല്ലേ അനി? അമ്മയെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല, അമ്മയ്ക്ക് എല്ലാവരുടെ മുന്നിൽ പൊങ്ങച്ചടിക്കണമല്ലോ. പിന്നെ മകൻ MD കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് ഏതമ്മമാരാണ് ആഗ്രഹിക്കാത്തത്? ആ ഒരു പ്രകടനം അമ്മ എൻ്റെ മുന്നിലും പ്രകടിപ്പിച്ചു, അത്രേ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരോടും പറഞ്ഞടക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അമ്മയുടെ മനസ്സിൽ ഒറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ, ഞാൻ ഈ MD കസേരയിൽ നിന്ന് എണീറ്റ് പോകരുതെന്ന്. അതൊക്കെ ഇരിക്കട്ടെ നന്ദു, നീ ആദർശേട്ടനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും, കുറച്ചു മുമ്പൊക്കെ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷേ ആദർശേട്ടനാണെങ്കിൽ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ്, അവരെയൊക്കെ കണ്ടെത്താനുള്ള പരക്കം പാച്ചിലാണ്. അത് തന്നെയാണ് എനിക്കും വേണ്ടത് നന്ദു. കാരണം ഈ ഒരു കാര്യം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ വീണ്ടും കമ്പനിയിലേക്ക് വരും, MD സ്ഥാനത്തിരിക്കുകയും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം കണ്ടെത്തിയാൽ മതി എന്നാണ് എൻ്റെയും ആഗ്രഹം എന്നൊക്കെ നമ്മുടെ അനി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ഇരിക്കുമ്പോഴാണ് അതാ വരുന്നു നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അനി ദേ നിന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, ദേ നവീനേട്ടനാ, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ അപ്പം തന്നെ കട്ടാക്കുക. അപ്പം നവീനാണ് ഫോൺ കട്ടാക്കി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും ടെൻഷനായി. ഇനിയിപ്പോൾ അവിടെ നിന്ന് എണീറ്റ് നേരെ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ ആ ഒരു ടെൻഷനിൽ നിൽക്കുക. അപ്പോൾ നവീനോട് നമ്മുടെ നന്ദു പറയാണ്, വേറെ ആരും വരുന്നില്ല, അനിയായിരുന്നു, അനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, MD കസേരയിലേക്ക് ഇരുന്നല്ലോ, അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നവീനാണെങ്കിൽ അവന് MD കസേരയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെയാണ് അവൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തത്. എന്ത് ചെയ്യാനാണ്, വീട്ടുകാർ ഓരോ കാര്യങ്ങൾ പറയുന്നു, അതിനനുസരിച്ച് അവൻ ജീവിക്കുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. അത് നവീനേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഏതായാലും ഈ അനിയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നതെന്നൊക്കെ അവിടെ പറയാണ്. അല്ല നവീനേട്ടൻ എന്തിനാ വന്നത്, എന്താ നവീനേട്ട കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ ഞാനൊരു കേസിന് പിന്നാലെയാണ്, അത് പാവപ്പെട്ട ഒരു കുടുംബത്തെ ചതിച്ച കേസാണ്, ഇതിപ്പോൾ കേസ് സ്റ്റേഷനിലെത്തും, അതിനുശേഷം കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ പൊളിച്ചടുക്കിക്കോളാം, പക്ഷേ നന്ദുവിൻ്റെ ഒരു ഹെൽപ്പ് വേണം എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. നവീനേട്ടാ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ കാര്യമല്ലേ, അപ്പം പിന്നെ സംഗതികളെല്ലാം ഞാൻ ഏറ്റു, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്, പിന്നെ ഇത്തരത്തിലുള്ള ഓരോ കേസുകളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എപ്പോഴാണ് ഇനി സസ്പെൻഷൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വരുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഏതായാലും കല്യാണവും കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം, അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഒരു പ്രശ്നവുമില്ല. അപ്പോഴേക്കും നവീനാണെങ്കിൽ, അല്ല എന്താണ് നന്ദു കല്യാണക്കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ, അല്ല നന്ദുവിനെ മനസ്സിലാക്കുന്നതും നന്ദുവിൻ്റെ ജോലിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായ നന്ദുവിന് എന്താ കുഴപ്പം, അന്വേഷിക്കാമല്ലോ, ഒരു കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെല്ലാം വിട് നവീനേട്ടൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി, കല്യാണക്കാരിയൊക്കെ എവിടം വരെയായി, തകൃതിയായിട്ട് നോക്കുന്നുണ്ട്, കല്യാണം അമ്മയും നോക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങളൊക്കെ, കല്യാണം നടക്കുകയാണെങ്കിൽ അടുത്ത ചിങ്ങത്തിലെങ്കിലും കല്യാണം നടക്കണം, എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദുവിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുക. പിന്നീട് കാണിക്കുന്ന നവീൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അച്ഛനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അനന്തപുരിയിലെ ആ ഒരു മകളായിട്ട് ഇവൻ്റെ കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം, എനിക്കാണെങ്കിൽ ആ കൊച്ചിനെ വളരെയേറെ ഇഷ്ടപ്പെട്ടു അച്ഛാ,
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കല്യാണം നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ മഹാഭാഗ്യം തന്നെയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, ജാതകം നോക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ജാതകമോ? ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ ആരെങ്കിലും ജാതകം നോക്കോ? ജാതകം നോക്കാത്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഇപ്പോഴത്തെ പിള്ളേർക്ക് നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം പാടില്ല, ജാതകം നോക്കുക തന്നെ ചെയ്യണം. പകുതി മധ്യഭാഗത്തെങ്കിലും നിൽക്കണ്ടേ പൊരുത്തം. ഇതൊട്ടും പൊരുത്തമില്ലാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ നല്ലത് ആ കല്യാണം നടത്താതിരിക്കുന്നതല്ലേ. എന്തിനാണ് പ്രശ്നങ്ങളുടെ നടുവിൽ കൊണ്ട് വെക്കുന്നത്? അപ്പം അതുകൊണ്ട് ജാതകമെല്ലാം നോക്കി നല്ല രീതിയിൽ കല്യാണം നടത്തുന്നതായിരിക്കും നല്ലത്. പിന്നീട് വേർപിരിഞ്ഞു പോയാൽ അതിനേക്കാളേറെ വേദനയായിരിക്കും എന്നൊക്കെ പറയാണ്. അച്ഛൻ പറഞ്ഞതും ശരി തന്നെയാണ്. ഏതായാലും അവിടെ ചെന്ന് അനന്തപുരി ചെന്ന് അവരോടൊക്കെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. ആ ഒരു കല്യാണം നടന്നു കിട്ടിയാൽ ഭാഗ്യം തന്നെയാണ് അച്ഛ. അതെ, ഭാഗ്യം തന്നെയാണ്. വലിയ കുടുംബത്തിലോട് ബന്ധം പിടിച്ചെന്ന് മാത്രമല്ല, അവരൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല പ്രൗഢിയുള്ള ആൾക്കാരാണെന്നൊക്കെ അച്ഛനും മകളും കൂടി ഇരുന്ന് സംസാരിക്കണം. കാരണം നവീൻ്റെ കല്യാണം അവന്തിയെ കൊണ്ട് നടത്തിപ്പിക്കാന്നൊക്കെയാണ് ഇവരിങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ വിറച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മുത്തശ്ശി വെള്ളവും കൊണ്ട് വരികയാണ്. മുത്തശ്ശനും തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചുട്ടുകൊള്ളുന്ന ചൂടാണ്. ഇത് കണ്ട മുത്തശ്ശി ആകെ പേടിച്ചു പോവുകയാണ്. അയ്യോ, ഇദ്ദേഹത്തിന് പനി കൂടി വരികയാണ് കേട്ടോ. ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ഇനിയിപ്പോൾ നേരം വിളിക്കണവരെയും കാത്തിരിക്കേണ്ടത്. നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ ജയനെ വിളിക്കാമെന്ന് പറയുകയാണ്. വേണ്ട, ആരെയും വിളിക്കണ്ടെന്നേ, ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എൻ്റെ ദൈവമേ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയണം. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഇങ്ങനെ പനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. എങ്കിൽ ഡോക്ടർമാരെ ഇങ്ങോട്ട് വിളിക്കുക, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഡോക്ടർമാരെ വിളിച്ചു കഴിഞ്ഞാലും അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനേ പറയുള്ളൂ. അതിനേക്കാൾ നല്ലത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതല്ലേ. ഞാൻ ഏതായാലും വിളിക്കാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒന്നും പറയണ്ട. ഇവളോട് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ജയനെ വിളിക്കുകയാണ്. ജയ, അച്ഛന് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകണം, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയാം. അങ്ങനെ കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും ജയനും അതേപോലെ തന്നെ ദേവയാനിയും കൂടി ഓടി വരികയാണ്. അച്ഛാ എന്ത് പറ്റിയച്ചെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയാണെന്ന് നെറ്റിയിൽ തൊട്ട് നോക്കുന്നു. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചെയ്യട്ടാ. അച്ഛാ വാ അച്ഛാ, ഇനി ഒട്ടും നോക്കണ്ട, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, അവിടെ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക, അച്ഛൻ ഇങ്ങനെ പിടിവാശി പിടിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും, ഞാൻ കുറേ നേരേ പറഞ്ഞു നോക്കുന്നു ചെയ്യാം, എന്നിട്ട് പിടിവാശിയുടെ അങ്ങ് അപ്പുറമാണ്, പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയണം. അച്ഛാ ഈ ഒരു കാര്യത്തിൽ അച്ഛൻ പിടിവാശി പിടിക്കേണ്ട, ഞാൻ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് ആകെ ദേഷ്യം വരിക. മുത്തശ്ശനാണെങ്കിൽ വേണ്ട, എന്നെ ആരും പിടിക്കണ്ട, വിട്ടേര്, എനിക്ക് അത്ര വലിയ ആവശ്യതയൊന്നുമില്ല എന്നും പറഞ്ഞ് ജയൻ്റെ കൂടെ നമ്മുടെ മുത്തശ്ശൻ പോവുക. മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ദേവയാനി പറയാണ്, അതെ അച്ഛന് സങ്കടമില്ലെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ദൃശ്യം നയന മോളും ഇവിടുന്ന് പോയതിൽ അച്ഛന് ഭയങ്കര സങ്കടമുണ്ട്. സങ്കടമില്ലാത്ത രീതിയിൽ അഭിനയിക്കുകയാണ് അച്ഛൻ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ദേവയാനി, അച്ഛന് സങ്കടമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, സങ്കടമുണ്ട്, പക്ഷേ അത് സമ്മതിച്ചു തരില്ലല്ലോ, അതല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്നൊക്കെ ഇങ്ങനെ പറയാം. എന്തിനാ അച്ഛനിങ്ങനെ പിടിവാശി പിടിക്കുന്നത് എൻ്റെ ദൈവമേ എന്നൊക്കെ പറയണം. അങ്ങനെ പിന്നീട് നയനയെ കാണിക്കുകയാണ്. നയനയാണെങ്കിൽ അതിലേറെ സങ്കടത്തിലിരിക്കുക. അപ്പോൾ ആദർശ് വന്നിട്ട് എന്ത് പറ്റി, എന്തൊക്കെയോ ആലോചനയാണല്ലോ, എന്തൊരു സങ്കടം പോലെ. അതേ ആദർശേട്ടാ, എൻ്റെ മനസ്സിന് വല്ലാതൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, വീട്ടിൽ ആർക്കോ എന്തോ വന്നതുപോലെ എനിക്ക് തോന്നുന്നു, ഒന്ന് വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. ആരുടെ വീട്ടിലേക്ക്? നിൻ്റെ വീട്ടിലേക്കാണോ വിളിക്കേണ്ടത്? അല്ല, ആദർശേൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കും. കുറച്ച് മുമ്പല്ലേ അമ്മ വിളിച്ച് വെച്ചത്, പിന്നെ എന്തിനാ വീണ്ടും വിളിക്കുന്നത്? അതെ, അത് ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട്, ആർക്കെന്തൊക്കെയോ ഒരു ആപത്ത് വന്നതുപോലെ എനിക്ക് തോന്നുന്നു. ശരി, ഇനി ആ ഒരു ടെൻഷൻ്റെ പേരിൽ കിടന്ന് ഉറങ്ങണ്ട, ഞാൻ ഏതായാലും വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം. ദേവയാനിയെ വിളിക്കുകയാണ്. അയ്യോ, മോളാണല്ലോ വിളിക്കുന്നത്, മോള് വല്ലതും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ആ മോളെ എന്താ മോളെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അമ്മേ, അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ട് അമ്മേ? അത് പിന്നെ മോളെ, മുത്തശ്ശിന് നല്ല ചുട്ടുപൊള്ളുന്ന പനിയും വിറയലും ആയിരുന്നു, അച്ഛനെ ഇപ്പോഴത്തെ ആശുപത്രി കൊണ്ടുപോയെന്ന് പറയുക. ഇത് കിട്ടിയപ്പോഴേക്കും ഞാൻ പേടിച്ചു. അയ്യോ, മുത്തശ്ശിന് നല്ല പനിയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അമ്മേ. എൻ്റെ മനസ്സിൽ എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് തോന്നി, അവിടെ ആർക്കും എന്തൊക്കെയോ സംഭവിച്ചു എന്ന്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചത്. മോളെ ടെൻഷൻ അടിക്കണ്ട, ഏതായാലും മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടല്ലോ, ഞാൻ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, നല്ല ചുട്ടുപൊള്ളുന്ന പനിയാണെന്നും പറയുകയാണേ. മുത്തശ്ശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എനിക്ക് എന്നാൽ ഉടനെ തന്നെ പോകണം, മുത്തശ്ശിൻ്റെ ജന്മമാസമല്ലേ ഇത്, മുത്തശ്ശിന് ദോഷങ്ങൾ വിട്ടു മാറിയിട്ടില്ല,
അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് എനിക്ക് പോകണമെന്ന് പറയണം. ആദർശേട്ടാ ഞാനും വരുന്നത്. നീ വരണ്ട നയന, നീ എന്തിനാ വരുന്നത് ചോദിക്കണം. എന്താ ആദർശേട്ടാ ഞാൻ വന്നാൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അതൊന്നും ഞാൻ ആദർശേട്ടൻ്റെ ഒപ്പം അല്ലേ, ഹോസ്പിറ്റലിലേക്കല്ലേ വരുന്നത്, പിന്നെ ഞാൻ വന്നാൽ എന്താ കുഴപ്പം? അതെ, മുത്തശ്ശന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം, ചൈനപ്രദക്ഷിണം നടത്താമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ ആദർശ് പറയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.